ഇന്ന് നമുക്ക് ഒരു റെഡ് വെൽവെറ്റ് റൗണ്ട് കേക്കിനെ ഹാർട്ട് ഷേപ്പിലേക്ക് മാറ്റാവേ. അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഈ റൗണ്ട് കേക്കിനെ 4 ഈക്വൽ പീസാക്കിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം 2 പീസിൻ്റെ സൈഡ് കോർണർ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഭാഗം നമ്മൾ മേളിലെ ആ ഒരു ടോപ്പിലേക്ക് 2 പീസില്ലേ, ആ പീസിൻ്റെ സൈഡിലേക്കായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇച്ചിരി സ്പീഡാണെങ്കിലും വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ പീസ് അവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് അത് പ്രസ് ചെയ്ത് അവിടെ വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, ആ കോർണർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പ് നമുക്ക് തരുന്നത് ഈ ഒരു ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുമ്പോഴാണ്. ഞാൻ ഇതുവരെ ഹാർട്ട് ഷേപ്പ് കേക്ക് ചെയ്യുമ്പോൾ മോൾഡ് ഉപയോഗിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാൻ ഹാർട്ട് ഷേപ്പ് കേക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഹാർട്ട് ഷേപ്പ് വേണം എന്നുള്ളത്, നമുക്ക് വിട്ട് തന്ന ഒരു കേക്കായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ചേച്ചി തീരുമാനിച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേക്ക് വൈഫിൻ്റെ ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് സർപ്രൈസായിട്ട് കൊടുക്കുന്ന കേക്ക് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഹാർട്ട് ഷേപ്പിൽ തന്നെ ഇരിക്കട്ടെ എന്ന്. നിങ്ങൾക്കറിയോ, ചില കസ്റ്റമേഴ്സ് നമ്മളോട് കേക്കിന് ഓർഡർ തരുന്ന സമയത്ത് തന്നെ കേക്കിൽ എഴുതേണ്ട കാര്യവും കൂടെ നമുക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരാറുണ്ട്. പക്ഷേ ചില കസ്റ്റമേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, എങ്ങനെയാണ് പേരെഴുതേണ്ടത്, എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്, കുറച്ച് കോഡ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും, കോഡ്സ് എന്തെങ്കിലും ഉൾപ്പെടുത്താമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതേപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കാണെങ്കിലും എനിക്ക് കുറച്ചും കൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്, അതുകൊണ്ട് കുറച്ച് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ആ റൈറ്റിങ്ങിൽ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറയുന്ന കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കസ്റ്റമറും ഇതേപോലെ വൈഫിന് വേണ്ടിയിട്ടുള്ള കേക്കാണ്, എന്താ എഴുതുക, ഡിയർ എന്ന് മതിയോ, ലവ്, ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന് മതിയോ, അതോ പേര് മാത്രം മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്തു ആ പേരിൻ്റെ കൂടെ ഒരു ഡിയർ കൂടെ ചേർത്തിട്ട് നമുക്കിങ്ങനെ എഴുതാം, നമുക്ക് കേക്ക് ഹാർട്ട് ഷേപ്പിൽ ചെയ്യാം എന്നൊക്കെ സജസ്റ്റ് ചെയ്തിട്ടാണ് ആൾ അവസാനം നമുക്ക് ഇതേപോലെ എന്നാൽ പിന്നെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഓർഡർ തരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് കേക്ക് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പ് കേക്ക് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യുന്നതാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മൾ ആ കോർണർ, അതായത് കേക്ക് ബോർഡിൻ്റെ കോർണറും ഹാർട്ട് ഷേപ്പിൻ്റെ കോർണർ ഭാഗവും കൂടെ ഒരേ ഡയറക്ഷനിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക. നോർമൽ നമ്മൾ കേക്ക് വെക്കുന്ന പോലെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കേക്ക് ബോർഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നോർമൽ കേക്ക് ബോർഡിൽ തന്നെ ഇതേപോലെ നമുക്ക് കേക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പീസ് ഉണ്ടല്ലോ, ആ പീസ് നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ക്രീം കൂടെ അവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ കേക്കിൽ നിന്ന് വിട്ടുപോകാതെ, ആ പീസ് എടുത്ത് രണ്ടാമത് ഫിറ്റ് ചെയ്യുന്ന പീസ് വിട്ടുപോവാതെ അവിടെ തന്നെ ഒട്ടിയിരിക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അതേപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കേക്ക് തലേ ദിവസം തന്നെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് ഹാർട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് നോക്കുക. പെട്ടെന്ന് ഓർഡർ വന്ന കേക്കാണെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് കേക്ക് ഒന്ന് സെറ്റായ ശേഷം ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിവിടെ കേക്കിൻ്റെ സൈഡിൽ കേക്കിൻ്റെ തന്നെ ക്രംസ് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നതായതുകൊണ്ട് കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ക്രംസ് ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ മിക്സിയിലെടുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ഒരു ഒറ്റ നോസിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അത് വെച്ചിട്ട് ഒരു ലൈൻസ് കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. അതിന് ശേഷം നമ്മൾ ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ നമ്മൾ വൈറ്റ് കളറിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇടവിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്.
കേക്ക് ഹാർട്ട് ഷേപ്പിൽ ചെയ്യുമ്പോൾ തന്നെ അത് കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ച് അതിനൊരു ഭംഗിയുണ്ട്. അതുകൊണ്ട് ഓവറായിട്ട് നമ്മൾ അതിനകത്ത് വർക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഫിനിഷ് ചെയ്ത ശേഷം സെയിം പൈപ്പിംഗ് ബാഗിൽ തന്നെ കുറച്ച് റെഡ് കളർ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ റെഡ് ഫ്ലവേഴ്സും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് ലീഫും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഹാർട്ട് ഷേപ്പിൽ കേക്ക് ചെയ്യാനായിട്ട് വന്നെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.